രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. 300ഓളം രക്തസാക്ഷികൾ CPM-നുണ്ട് എന്ന് അവർ തന്നെ പറയാറുണ്ട്. ഈ ഫണ്ട് പിരിവിനെ കുറിച്ച് എല്ലാം അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. രക്തസാക്ഷി ഫണ്ട് പിരിവിന്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് മറുപടി പറയാൻ മനസ്സില്ലെന്നാണ്. എന്നാൽ ജനങ്ങൾ അതിന് മറുപടി പറയിക്കുമെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. DCC-യിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പയ്യന്നൂരിൽ രക്തസാക്ഷികളെ സംബന്ധിച്ചുള്ള ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സമാന ആരോപണം തിരുവനന്തപുരത്തുണ്ടായിരിക്കും. തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത് അവർ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായി. ധാരാളം പരാതികൾ ഇനിയും പുറത്തു വരും. MV ഗോവിന്ദൻ ഇതിനെപ്പറ്റി ഒന്നും ഒരു അക്ഷരം മറുപടി പറയാൻ മനസ്സില്ലെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ MV ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും. കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. പാർട്ടി സഖാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല, പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത CPM-നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. ജനങ്ങൾ അതിന് മറുപടി പറയും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പാർട്ടി ജനങ്ങളിൽ നിന്നല്ലേ പണം പിരിച്ചത്, അല്ലാണ്ട് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ലേ? എത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ? അപ്പൊ ഏതാണ്ട് 300 കോടി രൂപയോടെ അവർ പിരിച്ചു കാണുമല്ലോ. ഇങ്ങനെ ഓരോ രക്തസാക്ഷി കുടുംബത്തിനും ശരാശരി 1 കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 300 കോടി രൂപയിലധികം CPM രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒട്ടാകെ പിരിച്ചിട്ടുണ്ടാകും. അതിലൊക്കെ കണക്കിന് ഇപ്പൊ തിരുവനന്തപുരത്ത് മരിച്ച ബന്ധു ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു, അയാൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ക്രൂരതയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ രക്തസാക്ഷികളുടെ ആത്മാവരോട് പൊറുക്കുമോ? ഇതുവരെ എന്തുകൊണ്ടാണ് പയ്യന്നൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ വിശദീകരിച്ച കാര്യങ്ങൾക്ക് മറുപടി അവർ പറയാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? അപ്പോൾ ഭരണത്തിന്റെ തണലിൽ വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് അത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്നുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ പുറത്തു പറയുമ്പോൾ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത CPM സംസ്ഥാന സെക്രട്ടറിക്കില്ലേ, പാർട്ടിക്കില്ലേ? അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വസ്തുത CPM മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ ധാരാളം രക്തസാക്ഷി ഫണ്ടുകൾ, മുഖ്യ കേസുകൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാകാം ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യത്തെപ്പറ്റി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്നുമാണ് പണം പിരിച്ചത്. ധാർഷ്ട്യത്തോടെ പാർട്ടി സെക്രട്ടറി മറുപടി പറയുന്നത് ശരിയല്ല. രക്തസാക്ഷികളുടെ കുടുംബം ഈ പാർട്ടിയോട് പൊറുക്കില്ലെന്നും പറയുന്നുണ്ട്. വൻതോതിൽ സാമ്പത്തിക സമാഹരണം നടത്തി അത് തട്ടിപ്പ് നടത്തിയെന്നാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ V കുഞ്ഞികൃഷ്ണൻ പറയുന്നതെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. അതോടൊപ്പം K സുധാകരൻ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. ഒരു കാര്യം മനസ്സിലായി, സുധാകരൻ എവിടെ മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തെ ജയിക്കും. പാർലമെന്റ് ആണെങ്കിലും അസംബ്ലി ആണ്. അത് വേണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അദ്ദേഹമല്ല, അത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തോട് നിരവധിയാണ് കണ്ണൂരിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കണ്ണൂർ DCC-യിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരൻ മത്സരിക്കണമെന്നത് ജനങ്ങളുടെ ആഗ്രഹമാണ് എന്നും MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ KSRTC-യെ തകർത്ത് സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടാണ് ഗതാഗത മന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUC കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ DCC ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ബസ്സുകൾ വാങ്ങാതെയും നിയമനങ്ങൾ നടത്താതെയും ദയാവധത്തിന് വിട്ടിരിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത്. ഇടത് ഗവൺമെന്റ് KSRTC-യെ തകർക്കുന്നതോടൊപ്പം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ്. 1% പോലും DA നൽകാതെ ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം ഇതോടൊപ്പം പറയുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് ഷാജി കോമത്ത് അധ്യക്ഷത വഹിച്ചു.
KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്, എക്സ് MP, KPCC വൈസ് പ്രസിഡന്റും വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ M വിൻസെന്റ് MLA, KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, DCCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി AN രാജേഷ്, M ഹാഷിം, O രാമചന്ദ്രൻ, PK ജഗത് കുമാർ, ദിലീപ് കുമാർ, PK രാജു, ദിലീപൻ KV ദിനേശൻ, TK പവിത്രൻ എന്നിവർ സംസാരിക്കുകയുമുണ്ടായി.